السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. صدق الله العلي العظيم. إن الله لا يجمع هذه الأمة على ضلالة قال رسول الله صلى الله عليه وسلم. ഈ മഹത്തായ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഈ മഹല്ല് ഖത്തീബും മുദരിസുമായ ബഹുമാനപ്പെട്ട വാഹിദ് ഫൈലി, അതുപോലെ ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിച്ചേർന്ന സമസ്തയുടെ നിരന്തര പ്രവർത്തകൻ സലാഹുദ്ദീൻ ഫൈലി, വല്ലപ്പുഴ, മറ്റു പ്രഭാഷകരായ വല്ലാഞ്ചിറ മജീദ്, CT അബ്ദുള്ളക്കുട്ടി ഹാജി, MT ഇക്ബാൽ കുരിക്കൽ, നിർമാൻ മുഹമ്മദ് അലി, NT മഹ്മൂദ് അലി മുസ്ലിയാർ, ഷരീഫ് റഹ്മാനി, ജലീൽ മാസ്റ്റർ, നമുക്ക് പ്രാർത്ഥന കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച അബ്ദുള്ള മുസ്ലിയാർ, അതുപോലെ സ്വാഗതം പറഞ്ഞ ഇല്യാസ് ഫൈസി തുടങ്ങി ഈ മഹത്തായ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ ദീനിനു വേണ്ടി ഇങ്ങനെ ഒത്തുകൂടാൻ നമ്മെ അനുഗ്രഹിച്ചു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നാളെ സ്വർഗലോകത്തിലും ഒത്തുകൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമുക്ക് മുമ്പേ കടന്നുപോയ എല്ലാം ദീനിനു വേണ്ടി തയ്യാറാക്കി നമ്മോടൊക്കെ വിട പറഞ്ഞ നമ്മുടെ ഉസ്താദുമാർ, അതുപോലെ സമസ്തയുടെ തുടക്കം മുതൽക്ക് ഇന്ന് വരെയുള്ള നേതാക്കൾ, പ്രവർത്തകന്മാർ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ശേഷിച്ചും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശരീക്കുമാരും സ്നേഹിതന്മാരുമായ ആളുകൾ, അള്ളാഹു അവരെയൊക്കെ സ്വർഗലോകത്ത് അവർക്ക് ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കഴിഞ്ഞുപോയവർക്കൊക്കെ മഗ്ഫിറത്ത്, മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കഴിഞ്ഞ മഹാന്മാരായ സമസ്തയുടെ സ്ഥാപകരും അതിൻ്റെ നായകന്മാരും അവർ കാണിച്ചു തന്ന ആ ശരിപാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിന്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്, സമസ്തക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യണം. ഞാൻ നീണ്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഫൈലി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അദ്ദേഹം നമ്മുടെ സന്ദേശത്തിൻ്റെ മുന്നണി പോരാളിയാണ്. അള്ളാഹു അദ്ദേഹത്തിന് കൂടുതൽ ആഫിയത്തും അതുപോലെ പ്രവർത്തിക്കാനുള്ള എല്ലാവിധ തൗഫീക്കുകളും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്നത് വാശിയാണ്. അതുകൊണ്ട് ഞാൻ നീണ്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ സമസ്തയുടെ 100-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇവിടെ ഒത്തുകൂടിയത്. അതോടൊപ്പം 25 വർഷത്തെ സേവനം ചെയ്ത ആ മഹാനുള്ള ആദരവും കൂടി നമ്മൾ നൽകുന്നു. അൽഹംദുലില്ലാഹ്, അത് നല്ല ഒരു പ്രവൃത്തിയാണ്, നല്ല ഒരു മാതൃകയുമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് ഇനിയും
അള്ളാഹുവിൻ്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാണ്. സമസ്ത നമ്മുടെ ഈമാനിൻ്റെ, ഈ സമുദായത്തിൻ്റെ ഈമാനിൻ്റെ കാവലിന് വേണ്ടി, അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു കാലത്ത് ഈമാനിനെ ജനസമൂഹത്തിൽ നിന്ന് പിഴുതെറിയാനുള്ള എല്ലാവിധ സംരംഭങ്ങളും മറ്റു ആളുകൾ നടത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ, അതോടൊപ്പം എന്താണ് ഈമാൻ എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ, ആ ഈമാനിൽ ഉറപ്പിച്ചു നിർത്താൻ സ്ഥാപിതമായതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹിത പ്രസ്ഥാനം. നമ്മൾ സാധാരണ സംഘടനകൾ പറയുന്നത് പോലെ ഒരു സാധാ സംഘടനയല്ല, ഇതൊരു ദീനീ സംവിധാനമാണ്. അതിൻ്റെ വളർച്ചയും ഉയർച്ചയും അതിൻ്റെ പ്രവർത്തനങ്ങളും 100 കാലത്തേത് വളരെ വ്യക്തമാണ്. ആർക്കും അതിനെ സംബന്ധിച്ച് ഒരു കുഴപ്പം പറയാനില്ല. അല്ലെങ്കിൽ സമസ്ത ഇന്നത് പറഞ്ഞുകൊണ്ട് നാട്ടിൽ കുഴപ്പമുണ്ടായിന്നോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോയി എന്നോ പറയാൻ കഴിയില്ല. ചില തൽപര കക്ഷികളുണ്ടാകുന്നവർക്ക് എന്തും പറയാലോ, അതെന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വേറെ കാര്യമാണ്. നമുക്കറിയാം, ഇസ്ലാം കേരളത്തിൽ വന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണ്. അത് ചരിത്രം വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ മുമ്പിൽ നാം വായിക്കുന്ന ഒരു മഹത്തായ സംഭവം ഉണ്ടല്ലോ. അതായത് കേരളത്തിൽ നിന്ന് ഒരാൾ പോയി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലിരുന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി പരിശുദ്ധ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് ഇസ്ലാം മതം വിശ്വസിച്ചു എന്നുള്ള ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ടല്ലോ. തങ്ങളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളുടെ പേരെന്താ? സഹാബി എന്നാണ്. അപ്പോൾ കേരളീയനായ ഒരു സഹാബി ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ കേരളവും ആ ഇസ്ലാമിൻ്റെ സ്രോതസ്സ് അവിടെ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് സഹാബത്ത്, താബീങ്ങൾ എന്നിങ്ങനെ തുടങ്ങി കാലാകാലങ്ങളിൽ ഈ കേരളവുമായിട്ട് ഈ ഇസ്ലാമിൻ്റെ സ്രോതസ്സ് എവിടെയോ അവിടെ നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഞാനതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇസ്ലാം എന്നും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് സഹാബത്തിന് കാണിച്ചു കൊടുത്ത് ആ സഹാബത്തിൻ്റെ അനുയായികൾ പകർന്ന് തന്ന യാതൊരു വ്യത്യാസവും ഇല്ലാതെ കൈകളിലേക്ക് എത്തിച്ചേർന്ന മഹത്തായ ദീനാണ്, മഹത്തായ ഇസ്ലാമാണ്. അതാണ് ഈ കേരളീയ മുസ്ലിങ്ങൾ വിശ്വസിച്ചത്, ആദരിച്ചത്, പ്രവർത്തിച്ചത്. ഏതുവരെ? 1300 കൊല്ലക്കാലം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തൊട്ട് 1300 ചില്ലാനം വർഷക്കാലം, 400ൻ്റെ അടുത്ത്. 1920കളിലൂടെയാണ് ഇവിടെ ആ തനിമക്ക് മാറ്റം വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയത് എന്ന് നമ്മൾ ചരിത്രം വായിക്കുന്നുണ്ട്. എന്തിലൊക്കെ മാറ്റം വരുത്തി എന്നുള്ളത് ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല. അന്ന് വരെയുള്ള നൂറ്റാണ്ടുകളിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽക്കുള്ള മഹാന്മാരിലൂടെ കൈമാറി വന്ന ആ പൈതൃകമായിരിക്കുന്ന പരിശുദ്ധ ദീൻ, ആ ദീനിന് മാറ്റം വരുത്തിക്കൊണ്ട് അതുവരെ വിശ്വസിച്ചതും ആദരിച്ചതും പലതും ശിർക്കാണ്, കുഫ്റാണ്, ബിദ്അത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അവിടെയുള്ളതായിരിക്കുന്ന ആ കാലഘട്ടത്തിലുള്ളതായ മുസ്ലിങ്ങളെ മുഴുവൻ കാഫിറോ അല്ലെങ്കിൽ മുശ്രിക്കോ അല്ലെങ്കിൽ മുബ്തദിയോ ആക്കുകയും അതിന്മേൽ നിൽക്കാതെ അതിൻ്റെ മുമ്പുള്ള തലമുറകൾ നൂറ്റാണ്ടുകളിലൂടെ കഴിഞ്ഞു പോയ ഈ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്ന ആ തലമുറയൊക്കെ മുശ്രിക്കീങ്ങളാണ്, അവരൊക്കെ ശിർക്കിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ഒരു സംഭവം നമുക്കൊക്കെ അറിയാം. 20കളിലാണ്. അതുവരെ ഈ കേരളം എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ വിഷയത്തിൽ, മതത്തിൻ്റെ വിഷയത്തിൽ ഏക സ്വരമായിരുന്നു.
ഐക്യമായിരുന്നു. ആ വിഷയത്തിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. ഏതെങ്കിലും വല്ല കള്ളത്തരീക്കത്തുകൾ എല്ലാ കാലത്തുണ്ടായല്ലോ, വല്ല കള്ളത്തരീക്കത്തുകൾ എവിടെയെങ്കിലും മുളച്ചു വന്നു. അതാ കാലഘട്ടത്തിൽ തന്നെ അവിടെയുള്ള ആ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ശരിക്കും ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതോട് ആ തരീക്കത്ത് അവിടെ അവസാനിക്കും. അതല്ലാതെ ഈ കേരളത്തിൽ മതത്തിൻ്റെ പേരിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ആ അഭിപ്രായ വ്യത്യാസമല്ലാതെ ഐക്യത്തോട് കൂടെ പോകുന്ന ഈ കേരളത്തിലുള്ള മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ വേണ്ടി ഐക്യമുണ്ടാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരനൈക്യ സംഘമാണ് ഇവിടെ ആദ്യമായിട്ട് ഈ ദീനിനെതിരെ പ്രവർത്തിച്ച് ഈ സമുദായത്തെ, ഈ മുസ്ലിം സമൂഹത്തെ രണ്ടാക്കി മാറ്റിയത് എന്ന് നമ്മൾ ഓർക്കുക. ഇന്നവരൊക്കെ നല്ല പിള്ള തമയുന്നവരാണ്. പക്ഷേ ഈ സമുദായത്തിൽ ആദ്യമായിട്ട് ഈ ഭിന്നിപ്പുണ്ടാക്കിയതിൻ്റെ ഉത്തരവാദിത്വം അവർക്കാണ്. അത് മുതൽക്കാണ് ഈ സമുദായത്തിൽ, കേരളത്തിലുള്ള മുസ്ലിം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടായിട്ടുള്ളത് എന്ന് ഓർക്കുക. ആ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ വശം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അന്നത്തെ പണ്ഡിതന്മാർ അവർ നേർക്കുനേരെ തന്നെ അവർ നേരിട്ട സംഭവങ്ങളും ചരിത്രങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അവർ എന്ത് ചെയ്തു എന്നും നമുക്കറിയാം. ഈ ഐക്യസംഘം, നിഷ്പക്ഷ സംഘം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന ആ ആളുകൾ ചെയ്തതെന്താണ്? അഭ്യസ്തവിദ്യരായ ആളുകളെ പിടിച്ചു. അതോടൊപ്പം ഓരോ നാട്ടിലെയും സമ്പന്നന്മാരെയും പാട്ടിലാക്കി അവരുടെ ശക്തി, അവരുടെ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയാണ് അവർ പ്രവർത്തിച്ചത്. ഇത് കണ്ടു നിൽക്കാൻ ഈ സമുദായത്തിലുള്ള മഹാപണ്ഡിതന്മാർ, അല്ലാഹു തആലാന്റെ ഔലിയാക്കൾ, അവർക്ക് സാധിച്ചില്ല. അവർ ശക്തമായിട്ട് തന്നെ ഇതിനെ നേരിട്ടു. മാത്രമല്ല, ഇവർ സംഘടിത രൂപം സ്വീകരിച്ചപ്പോൾ നമ്മളും സംഘടിത രൂപം സ്വീകരിച്ചുകൊണ്ട് തന്നെ അവരെ നേരിടണമെന്നുള്ള ആ ഉറച്ച വിശ്വാസത്തിൽ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നബറല്ലാഹു മർക്കദ മഹാനവറുകളുടെ ഒക്കെ ആശീർവാദത്തോടുകൂടെ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് അത് ഒരു സംഘടിത രൂപമുണ്ടാക്കി 1925 എന്നിട്ട് സംഘടിതമായി അവർ പ്രവർത്തിച്ചു. ഇവർ എവിടെയൊക്കെ വിഷബീജം ചെലുത്തിയിട്ടുണ്ടോ അവിടെങ്കിലൊക്കെ ചെന്നുകൊണ്ട് അത് പരിശുദ്ധ ദീനിൻ്റെ യഥാർത്ഥ രൂപം വരച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഒരു കൊല്ലം പ്രവർത്തിച്ച് നാടാകെ ഇളകിമറിഞ്ഞപ്പോൾ അപ്പോഴാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ നബറല്ലാഹു മർക്കദ മഹാനവറുകളുടെ നിർദ്ദേശപ്രകാരം 1926 കോഴിക്കോട് വെച്ച് മഹത്തായ ഈ സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അതിൻ്റെ പ്രസിഡന്റ് ആയിക്കൊണ്ടാണ് അത് തുടങ്ങുന്നത്. അതാണ് സമത്ത എന്ന് പറയുന്നത്. ഇത് അല്ലാഹു തആലാൻ്റെ ഔലിയാക്കൾ സ്ഥാപിച്ചതാണ്. അല്ലാഹു തആലാൻ്റെ മുത്തഖിങ്ങളായ ആളുകൾ സ്ഥാപിച്ചതാണ്. മാത്രമല്ല, മഹാനവറുകളെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിലെ കുത്തുബാണ് എന്ന പിൽക്കാലത്തുള്ളതായിരിക്കുന്ന നമ്മുടെ മഷായിഖുമാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാക്കിയതാണ് സമസ്ത. ഇത് സാധാരണ ഒരു സംഘടനയല്ല, ഇതൊരു ദീനീ സംവിധാനമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 100 കൊല്ലം കഴിയുമ്പോൾ ഒരിക്കലും തന്നെ ഏതൊരു ആശയത്തിലും ഏതൊരു ആദർശത്തിലും അതിൻ്റെ സംരക്ഷണത്തിനും അതിൻ്റെ വളർച്ചയ്ക്കും അതിനെതിരെ വരുന്ന പ്രതിലോമ ശക്തികളെ പ്രതിരോധിക്കാനും വേണ്ടിയാണോ പ്രവർത്തിച്ചത്, ആ പ്രവർത്തനവും ആ ആശയവും ആ ആദർശവും ഇന്നുവരെ ഈ 100ാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന ഈ കാലഘട്ടം വരെ യാതൊരു മാറ്റവുമില്ലാതെ തുടർന്നു എന്നതാണ് സമസ്ത. മാത്രമല്ല, ഓരോ കാലവും കാലത്തിന് അനുസരിച്ച് ഈ ആശയങ്ങളിലോ ആദർശങ്ങളിലോ മാറ്റം വരാതെ പരിശുദ്ധ ദീനിൻ്റെ സംവിധാനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്നതാണ് സമസ്തയുടെ നേട്ടം. അത് എന്തെല്ലാം വിഷയത്തിൽ കൈവെക്കേണ്ടതുണ്ടോ, ഏതെല്ലാം വിഷയത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ടോ, അതൊക്കെ കാലത്തിനനുസരിച്ച് പലപ്പോഴും കാലത്തിൻ്റെ മുമ്പിൽ നടന്നുകൊണ്ട് സമസ്ത ഈ സമുദായത്തിന് നേതൃത്വം നൽകി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇവിടെ ഒരുപാട് ആശയങ്ങളും ഒരുപാട് ആദർശങ്ങളും ഒരുപാട് മതങ്ങളും ഒക്കെ ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് ആശയങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തേ നമ്മൾ മാത്രം ശരിയെന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇങ്ങനെ ഈ ആശയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും
ഈ ആദർശ വ്യതിചലനങ്ങൾ ഈ സമൂഹത്തിലുണ്ടാകുമെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ ഓതി വച്ച ആയത്ത് വിശുദ്ധ ഖുർആൻ അതിലേക്കുള്ള സൂചനയാണ് നൽകുന്നത്. ആ സൂചന എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ആയത്ത് വിശദീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സഹാബത്തിൻ്റെ മുമ്പിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിത്രം വരയ്ക്കുകയാണ് ചെയ്തത്. എന്ത് ചിത്രമാണ് വരച്ചത്? ആളുകളെ ചിത്രമൊന്നുമല്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർവര, നല്ലൊരു നേർവര വരച്ചു. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി സബീലുള്ള, ഇത് അല്ലാഹു തആലാൻ്റെ മാർഗമാണ്. ഒരു ഖത്ത് വരച്ചു, ഹാദാ സബീലുള്ള, ഇത് അല്ലാഹു തആലാൻ്റെ അദീനല്ല, ഹാദാ സബീലുള്ള, ഇത് അല്ലാഹു തആലാൻ്റെ മാർഗമാണ്. എന്നിട്ട് അതിൻ്റെ ചുറ്റും വലയിടത്തും വലത്തും ചില വരകൾ വെച്ചു. ഒരു വരയോ രണ്ട് വരയോ അത് ഏറെ വരകളോ, അതൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്, അതിലേക്കും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ രണ്ട് സൈഡിലും റസൂലുള്ളാഹി അലൈഹി വസല്ലം വരകൾ വരച്ചു. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഹാദിഹി സുബുലുൻ, ഇത് വ്യത്യസ്തമായ ഈ ശരിപാതയ്ക്ക് എതിരായിട്ടുള്ള വ്യത്യസ്തമായ പാതകളാണ്, മാർഗങ്ങളാണ്. അലാ കുല്ലി സബീലിൻ ശൈത്താൻ യദ്ഉ ഇലൈഹ, ആ ഓരോ മാർഗം ഉണ്ടല്ലോ, ആ ഓരോ വര അതിൻ്റെ തലക്കൽ ഓരോ ശൈത്താന്മാരുണ്ടാവും. ആ ശൈത്താന്മാരായിരിക്കും അവരെ അല്ലാഹു തആലാൻ്റെ എതിരുള്ള ഈ മാർഗങ്ങളിലേക്ക് ക്ഷണിക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് പറഞ്ഞതിൻ്റെ ശേഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഓതിക്കൊടുത്തു, വന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ, ഇതാ ഇത് എൻ്റെ സിറാത്ത, ഇത് എൻ്റെ മാർഗമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നേർവര വരച്ചില്ലേ, ആ ഇത് സബീലുള്ള എന്ന് പറഞ്ഞില്ലേ, അതാ വന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എൻ്റെ ചൊവ്വായ മാർഗം. അതുകൊണ്ട് ഫത്തബിഉ, അതിനെ നിങ്ങൾ പിൻപറ്റുക. വലാ തത്തബിഉ സുബുല, വ്യത്യസ്തമായ വഴികൾ നിങ്ങൾ പിന്തുടരാൻ പോകരുത്. ഫതഫറഖ ബിക്കും അൻ സബീലി, അങ്ങനെ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും നിങ്ങൾ വ്യതിചലിച്ചു പോകും. അതുകൊണ്ട് വ്യത്യസ്ത മാർഗങ്ങൾ പിന്തുടരാൻ പോകണ്ട, ഈ ശരിയായ ഈ വഴി മാത്രം പിന്തുടർന്നാൽ മതി. ഇത് ദാലിക്കും വസാക്കും ബിഹി ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിൻ്റെ നരകത്തെ കാത്തു സൂക്ഷിക്കുന്നവരാണോ, നരകത്തെ സൂക്ഷിക്കുന്നവരാണ് എങ്കിൽ ഇത് അല്ലാഹു തആല നിങ്ങൾക്ക് നൽകുന്ന വസിയ്യത്താണ്, അവൻ നിങ്ങളെ ഉപദേശിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇതിൻ്റെ തഫ്സീറിൽ നമുക്ക് കാണാൻ കഴിയും, ഹാദിഹി സുബൈബിന് ഇവിടെ ഖുർആനിൽ വന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ വലാ തത്തബിഉ സുബുല എന്ന് പറഞ്ഞല്ലോ. ആ വ്യത്യസ്ത മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരരുത് എന്ന് പറഞ്ഞാൽ ആ സുബുലി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പെടും? ഈ വിവിധ മാർഗങ്ങൾ, ഈ ശരിയായ വഴി, ആ സിറാത്ത് മുസ്തഖീമിൽ നിന്ന് വ്യതിചലിച്ചു പോയ വഴികൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അതൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ യഹൂദിയത്തുണ്ട്, അത് അതൊരു വഴിയാണല്ലോ. നസ്രാനിയത്തുണ്ട്, മജൂസിയത്തുണ്ട്, അതുപോലെ തന്നെ വ്യത്യസ്ത അതുപോലെയുള്ള വിഭാഗങ്ങളുണ്ട്. അതിൻ്റെ പുറമെ മഹാന്മാർ രേഖപ്പെടുത്തിയത് ഇത് ബിദ്അത്തിൻ്റെ അഹ്ലുകാരെ, ഇതിൽ ദലാലത്തിൻ്റെ അഹ്ലുകാരും ഇതിൽ ഉൾപ്പെടുന്നു എന്ന് മഹാന്മാർ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൻ്റെ തഫ്സീർ രേഖപ്പെടുത്തിയതായി കാണും. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ആ ശരിയായ വഴി, അസ്സിറാത്തുൽ മുസ്തഖീം, അതിന് ചിലപ്പോൾ സബീലുള്ള എന്നാണ് ഖുർആൻ പറയുന്നത്, ചിലപ്പോൾ അസ്സിറാത്തുൽ മുസ്തഖീം എന്നാണ് പറയുക. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അത് അതിൻ്റെ പ്രയോഗം തന്നെ. സബീലുള്ള എന്ന് പറഞ്ഞതും ഹാദാ സബീലി എന്ന് പറഞ്ഞതും അതൊക്കെ എന്താണ്? ഒന്ന് തന്നെയാണ്. അതാണ് ശരിയായ വഴി എന്ന് പറയുന്നത്. ആ വഴി, അതിൽ ഉറച്ചു നിൽക്കണം. മറ്റു വഴികളിലേക്ക് നിങ്ങൾ വ്യതിചലിച്ചു പോകരുത്. എന്തുകൊണ്ട്? ലഅല്ലക്കും തത്തക്കും എന്ന് പറഞ്ഞാൽ വ്യതിചലിച്ചു പോയാൽ നിങ്ങൾ നരകത്തിലേക്കായിരിക്കും പോവുക. നിങ്ങൾ ഈ ശരി വഴിയിൽ നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. ഇത് മറ്റൊരു ഭാഷയിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എന്താ? ഇന്ന ബനി ഇസ്രായേൽ തഫറഖത്ത് അലാ സിന്തൈനി സബീഇൻ, ബനു ഇസ്രായേലിയരിൽ 72 കക്ഷികളായി പിരിഞ്ഞിട്ടുണ്ട്. അതായത് ആ ബനു ഇസ്രായേലിയരുടെ പ്രവാചകന്മാർ
അവരൊക്കെ ഒഫാത്തായി പോകുമ്പോൾ പിൽക്കാലത്തുള്ള അനുയായികൾ അവർ ആ മാർഗത്തെ വളച്ചൊടിച്ചുകൊണ്ടും തിരിച്ചുകൊണ്ടും തങ്ങളുടെ ഇച്ഛക്കനുസരിച്ചുകൊണ്ട് അതിന് മാറ്റങ്ങൾ വരുത്തി. അങ്ങനെ അവിടെ വേദഗ്രന്ഥങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി. എങ്ങനെയൊക്കെ മാറ്റം വരുത്തി എന്നൊക്കെ ഖുർആനിൽ നിന്നും കിട്ടും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ വിവിധ കക്ഷികളായി അവർ പിരിഞ്ഞുപോയി. 72 കക്ഷികളായി എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നാൽ വതഫ്തരികു ഉമ്മത്തി അലാ 73, എൻ്റെ ഉമ്മത്ത് 73 കക്ഷികളായി മാറും. അപ്പോൾ ഇവിടെ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലും പിന്നാർ, അവരൊക്കെ നരകത്തിലാണ്. ഇല്ലാ മില്ലത്തം വാഹിദ, ഒരു മില്ലത്തൊഴിയെ, ഒരൊറ്റ കക്ഷി, അവർ മാത്രമേ സ്വർഗത്തിനുള്ളൂ, ബാക്കിയെല്ലാം തന്നെ നരകത്തിൻ്റെ ആളുകളായിരിക്കും. അപ്പോൾ ഇവിടെ 73 കക്ഷികൾ, അതിലൊരു കക്ഷി അതാണ് അസ്സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. അത് ഹാദാ സിറാത്തി മുസ്തഖീമ എന്ന് പറഞ്ഞത്, അതാണ് മില്ലത്തും വാഹിദ എന്ന് പറഞ്ഞത്. അതൊക്കെ ഒന്ന് തന്നെ. ആ കക്ഷി വെച്ച് ബാക്കിയുള്ളവരൊക്കെ കുല്ലും പിന്നാർന്ന തഫ്തരിക്ക എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, അത് തന്നെ. അതുകൊണ്ടുള്ള ഫത്തഖുള്ള, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ നരകത്തെ കാക്കണമെന്ന മഹാന്മാർ രേഖപ്പെടുത്തുന്നു. കാരണം ഈ വ്യത്യസ്ത മാർഗങ്ങളിലേക്ക് പോയാൽ. എന്നാൽ അപ്പോൾ നമുക്കൊരു സംശയം, ഇങ്ങനെ 73 കക്ഷികളായി മാറുമെന്നും ഒരു കക്ഷി മാത്രമേ ശരിയുള്ളൂ എന്നും പറയുമ്പോൾ ഇത് ഏതാണ് ആ മാർഗം? നമുക്കെന്നല്ല, ബഹുമാനപ്പെട്ട സഹാബത്തിന് പോലും ജിജ്ഞാസയോടുകൂടെ ചോദിക്കലുണ്ടായി. എന്താ സഹാബത്ത് ചോദിച്ചത്? മൻ ഹിയ യാ റസൂലല്ലാഹ്, ആ മില്ലത്ത്, ആ കക്ഷികൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി വസ്സഹബി, ഞാനും എൻ്റെ സഹബിമാരും എന്തൊന്നിൽ നിലകൊള്ളുന്നുവോ അതിൽ നിലകൊള്ളുന്നവരും അതിനെ പിൻപറ്റുന്നവരും അതനുസരിച്ച് വിശ്വസിക്കുന്നവരും അതനുസരിച്ച് ആചരിക്കുന്നവരും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരും ആരുണ്ടോ അവരാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പല കക്ഷികളുണ്ടാകുമെന്നും അതിൽ നിന്ന് നബിയും സഹാബത്തും സ്വീകരിച്ച വഴി സ്വീകരിക്കുന്നവരെ യഥാർത്ഥ ദീനിൻ്റെ ആളുകളാകുകയുള്ളൂ എന്നും റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇനി നമുക്ക് ചെറിയൊരു പരിശോധന നടത്തി ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുക. എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഫൈസി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പറഞ്ഞു തരും. നമുക്ക് ചെറിയൊരു പരിശോധന നടത്തി നോക്കി. ഈ അല്ലാഹു തആലയുടെ റസൂൽ പഠിപ്പിച്ചു തന്നത് നമ്മളെ നാട്ടിലെങ്ങനെയാണ്? നമ്മളെ നാട്ടിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ ഈ പള്ളിക്ക് വെള്ളിയാഴ്ച എത്ര ബാങ്കുണ്ട്? 2 ബാങ്കല്ലേ. നമ്മളെ സുന്നി പള്ളിക്കലൊക്കെ എത്ര ബാങ്കുണ്ട്? 2 ബാങ്കുണ്ട്. ഇനി നേരെ അങ്ങേപ്പുറത്ത് മുജാഹിദിൻ്റെ പള്ളി, അവിടെ പോയി നോക്കിയാണ് എത്ര ബാങ്കുണ്ട്? 1 ബാങ്കല്ലേ ജുമാക്ക് ഉണ്ടാവുകയുള്ളൂ. ജമാഅത്തേരെ പള്ളിക്ക് പോയി നോക്കി, അവിടെ 1 ബാങ്കല്ലേ ഉണ്ടാവുകയുള്ളൂ. ഇതിൽ നിന്ന് ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. മാ അന അലൈഹി വസ്സഹബി, ഞാനും എൻ്റെ സഹാബിമാരും എന്തിൽ നിലകൊള്ളുന്നുവോ അത് സ്വീകരിക്കുന്നവരാണ്. അത് യഥാർത്ഥ സത്യത്തിൻ്റെ മാർഗത്തിലുള്ളവർ, അവരാണ് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നവർ എന്ന് പറഞ്ഞപ്പോൾ ഈ ബാങ്ക് ഇത് സഹാബത്തിൻ്റെ മാതൃകയാണ്. ഈ 2 ബാങ്ക്, ജുമാക്ക് 2 ബാങ്ക് വിളിക്കുക എന്നുള്ളത് സഹാബത്തിൻ്റെ മാതൃകയാണ്. സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം നബി അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നതോ നബി അലൈഹി വസല്ലം പറഞ്ഞതിന് എതിരോ ആയ ഒരു സംഗതിയും അവർ ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പല്ലേ? അവർ ചെയ്യുകയില്ല. അപ്പോൾ അവരുണ്ടാക്കിയതായിരിക്കുന്ന അത് ആ സഹാബത്തിൻ്റെ മാതൃകയാണ്. ആ മാതൃക ആ കാലം തൊട്ട് ഈ കാലം വരെ നൂറ്റാണ്ടുകളിലൂടെ മുസ്ലിം ലോകം മുഴുവൻ സ്വീകരിച്ചു. മക്കത്തും മദീനത്തും ജുമാക്ക് 2 ബാങ്കാണ്, നമ്മളവിടെയും 2 ബാങ്കാണ്. അപ്പോൾ അതുമുതൽക്ക് ഇവിടെ അനുവർത്തിച്ചു വന്ന ആ ശരിമാർഗമേത്? അത് ഈ 2 ബാങ്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. ഇനി നമുക്കറിയാമല്ലോ, നമ്മൾ സാധാരണ പറയുന്നതിനെ ഒന്ന് ഓർമ്മപ്പെടുത്തൽ മാത്രം. നമ്മളെ പള്ളിയിൽ പള്ളി ഉണ്ടാക്കിയത് മുതൽക്ക് നമ്മൾ തറാവീഹ് നിൽക്കുമ്പോൾ 12, 8, 13, നമ്മൾ 20 നിൽക്കച്ചു, 3 റക്അത്ത് വിത്ർ നിൽക്കച്ചു. ഇതെന്ന് തുടങ്ങിയതാ? ഇത് ഉമർ ബിൻ ഖത്താബ്
തുടങ്ങാൻ ഈ 20 അതൊക്കെ അതിൻ്റെ എണ്ണങ്ങളൊക്കെ അതിൻ്റെ ഖിലാഫിലേക്ക് ഞാൻ പോകുന്നില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറഞ്ഞ ദിവസം മാത്രമേ ഇമാമത്ത് നിന്ന് വിട്ടുള്ളൂ. അതിൽ സഹാബത്താണെങ്കിൽ അവർ ചിലർ ആദ്യത്തെ ദിവസം കൂടിയുണ്ടാവും, ചില രണ്ടാമത്തെ ദിവസം കൂടിയുണ്ടാവും, ചില മൂന്നാമത്തെ ദിവസം അവസാനത്തെ വലിയ ഒന്നുണ്ടാവും. തങ്ങൾക്ക് അനുഭവപ്പെട്ട അവർ റിപ്പോർട്ട് ചെയ്തു. അതിനനുസരിച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, അത് വേറെ കാര്യമാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 റക്അത്ത് മദീന പള്ളിയിൽ ജമാഅത്ത് നിലനിർത്തിയപ്പോൾ അന്ന് ഈ പറയുന്ന സഹാബിമാരൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്ന് നിസ്കരിച്ച സഹാബിമാരൊക്കെ ആ കാലഘട്ടത്തിൽ അവിടെയുണ്ട്. അവരാരും ഉമറേ ഇത് പറ്റുകയില്ല, ഇത് 20 പറ്റൂല, അള്ളാഹിൻ്റെ റസൂൽ 8 നിസ്കരിച്ചുള്ളൂ, അതുകൊണ്ട് 20 പറ്റൂല എന്ന് ഒറ്റ സഹാബി പറഞ്ഞിട്ടില്ല. മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതാണ്. ആ ആയിഷ റളിയല്ലാഹു പോലും പറഞ്ഞില്ല അള്ളാഹിൻ്റെ റസൂൽ 8 നിസ്കരിച്ചുള്ളൂ, അതുകൊണ്ട് ഉമറെ പറ്റൂല ഈ പരിപാടി, അതുകൊണ്ട് അത് 8 ജമാഅത്താക്ക് എന്ന് പറഞ്ഞില്ല. ഇതല്ല, അവരെല്ലാവരും അത് അംഗീകരിച്ചു. അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് കാണിച്ചു കൊടുത്തതാണ്. അവരതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഉമർ റളിയല്ലാഹു പോകുന്ന വഴിക്ക് പിശാച് ഒരിക്കലും പോകില്ല എന്നല്ല ഹദീസിൽ വന്നത്. അങ്ങനത്തെ ഉമർ റളിയല്ലാഹു അൻഹു ആണ് 20 സ്ഥാപിച്ച്. ഇനി നോക്കി, ഈ 20 സ്ഥാപിക്കുമ്പോൾ നമ്മളെ ഈ പള്ളിയിൽ 20 അല്ലേ, ഈ പള്ളിയിൽ 20, സുന്നിപ്പള്ളികളിലൊക്കെ 20 റക്അത്താണ് കെട്ടണത്. ഈ കാലഘട്ടം, ഈ അടുത്ത കാലഘട്ടം വരെ മദീന പള്ളിയിലും അതുപോലെ തന്നെ മക്കത്തെ പള്ളിയിലും 20 തന്നെയായിരുന്നു. ഇപ്പം തോന്നിയതുപോലെ കേട്ടിട്ടുണ്ടാവും വേറെ കാര്യം, ഇപ്പോഴത്തെ അല്ല പറഞ്ഞത്. ഈ കാലഘട്ടം, ഈ നൂറ്റാണ്ടൊന്നും പറയണ്ട, ഈ ഏതാണ്ട് ഒരു 8-10 കൊല്ലം വരെ ഇവിടെ ഉണ്ടായിരുന്ന മക്കത്തും മദീനത്തൊക്കെ 20 അത് എന്ന് തുടങ്ങിയതാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലം തൊട്ട്. അപ്പം നമ്മൾ ഏതാ സ്വീകരിക്കേണ്ടത്? അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ. അപ്പം ഇതിനെതിരെ വന്ന മാത്രമല്ല, ഇതൊക്കെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ മുഹിയുദ്ദീൻ ഷെയ്ഖെ കാക്കണേന്നോ ബദരീങ്ങളെ കാക്കണേന്നോ ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് പഠിച്ചവരെ എൻ്റെ കാര്യം ശരിയാക്കി തരണമേ എന്നോ നമ്മൾ പറഞ്ഞാൽ അതിനോട് കൂടെ നമ്മൾ മുശ്രിക്കായി എന്നാണ് പറയുന്നത്. മാത്രമല്ല, നിങ്ങൾക്കറിയാലോ, ഒരു മൗലവി ഈയുടെ അടുത്ത് പോലും ഈ ആശയം അവർക്ക് ഇത് തുടങ്ങിയെന്നുള്ളതാണ്. എന്താണ്? കുത്തുബിയത്ത് ഓതിയാൽ കുത്തുബിയത്തിൽ എന്താണുള്ളത്? മുഹിയുദ്ദീൻ ഷെയ്ഖ്, യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നാണ് പറയുന്നത്. ഇങ്ങനെ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ നേരിട്ട് വിളിച്ചാൽ അതിനോട് കൂടെ ശിർക്കായി എന്ന് ഇതെന്ന് പറയലൊട്ടിയതാ. ഈ മുജാഹിദും ജമാഅത്തും എന്നുണ്ടായോ അന്ന് മുതൽക്ക് പറയാൻ തുടങ്ങിയതാ. ഇപ്പം ഈയുടെ ഒരു മൗലവി അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ആ ആശയം തുറന്നാൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കുത്തുബിയത്ത് നടത്തുന്ന പള്ളി, സുന്നിയുടെ പള്ളി ഉണ്ടല്ലോ, ആ കുത്തുബിയത്ത് നടത്തുന്ന പള്ളി അത് പള്ളിയല്ല, അത് അമ്പലമാണ് എന്ന് പറഞ്ഞു. ആർക്കൊരു വിഷമമൊന്നുമില്ല അല്ലേ? നമ്മളെ നേതാക്കൾക്ക് ആർക്കൊരു വിഷമല്ല. അത് അമ്പലമാണ് എന്നാണ് പറഞ്ഞത്. കുത്തുബിയത്ത് നടത്തിയ അല്ലെങ്കിൽ ബദരീങ്ങളെ വിളിച്ച അല്ലെങ്കിൽ ബദരീങ്ങളുടെ മേലിൽ തവസ്സുലാക്കി ദുആ ചെയ്ത ആ പള്ളി അമ്പലമാണ് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, നമ്മളെ ഉസ്താദൊക്കെ അല്ലേ ഇപ്പം നമുക്ക് നേതൃത്വം നൽകുന്നത്, മൂപ്പർ കുത്തുബിയത്ത് ഓതുന്നതല്ലേ, മാത്രമല്ല മൂപ്പർ തവസ്സുലാക്കുന്ന ആളല്ലേ, ഇസ്തിഗാസ ചെയ്യുന്ന ആളല്ലേ. അത്തരം ആളുകൾ നിങ്ങൾ അത്തരം പള്ളികളിൽ നിസ്കരിക്കുക, പിന്നെ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഇമാമ് അത് ഇമാമല്ല, അത് പൂജാരിയാണ് എന്നാണ് പറഞ്ഞു. എന്നാൽ ആലോചിച്ച് നോക്കി. അതായത് നമ്മുടെ പള്ളികളൊക്കെ അമ്പലമാക്കുകയും നമ്മുടെ ഉസ്താദുമാരെ പൂജാരികളാക്കി മാറ്റുകയും അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ ആർക്കൊരു വിഷമമല്ല. ഒരു സുന്നിയറ്റ ജാതി ഒന്ന് പറഞ്ഞു നോക്കണം, എന്നാൽ ആകെ ഇളകി മറിയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ മുസ്ലിക്കാക്കി, കഴിഞ്ഞ കാലത്തെയും മുസ്ലിക്കാക്കി, നിലവിലുള്ള സുന്നികളെ മുഴുവൻ മുസ്ലിക്കാക്കി, ഇമാമന്മാരെയും നേതാക്കളെയൊക്കെ മുസ്ലിക്കാക്കി. ആർക്കും ഒരു പ്രശ്നമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് പറഞ്ഞോലോ ആ പറഞ്ഞോലൊക്കെ കുറ്റക്കാരൻ. ഞാൻ ഇതിനെ എതിർത്തോലാരാ? അവരൊക്കെ സമുദായത്തിന് കേടുണ്ടാക്കുന്ന ആൾ. നമ്മളൊക്കെ അതാ സമുദായത്തിൽ കുഴപ്പമുണ്ടാക്കുന്നവരും നമ്മളൊക്കെ പറ്റി പറയാം. ഈ പറഞ്ഞവർക്കോ ഒരു പ്രശ്നമില്ല. ആ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി
അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സമസ്തയുടെ ഭരണഘടന വായിച്ചു നോക്കി. 1, 2 ഇനം അതാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിനു വേണ്ടിയാണ്. പിന്നെ അതിനോടൊപ്പം ഈ സമുദായത്തിന് ആവശ്യമായ വിദ്യാഭ്യാസ കാര്യത്തിൽ എന്ത് പ്രവർത്തിക്കണം, സാമൂഹ്യ കാര്യങ്ങളിൽ എന്ത് പ്രവർത്തിക്കണം, എല്ലാം തന്നെ ആ ഭരണഘടനയിൽ മഹാന്മാർ ചേർത്തിട്ടുണ്ട്. സമസ്ത ഈ 100 കൊല്ലം പ്രവർത്തിച്ചത്, അത് തുടർന്ന് വന്ന എല്ലാ ആചാരങ്ങളും എല്ലാ നിലപാടുകളും ഈ ഭരണഘടനയിൽ നിന്നുകൊണ്ടാണ്. ഭരണഘടനയ്ക്ക് എതിരായിട്ട് സമസ്ത ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ആ ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ ആദ്യത്തേതും രണ്ടാമത്തേതും ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ സംരക്ഷണമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് കാലാകാലങ്ങളിൽ നടന്നത്. അതോടൊപ്പം തന്നെ പരിശുദ്ധ ദീനിനു വേണ്ടി ആരൊക്കെ പ്രവർത്തിക്കുന്നു അവരൊക്കെ പ്രശ്നങ്ങൾ അതിജീവിക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമല്ലേ അല്ലേ നമുക്ക് ആദ്യമായിട്ട് ദീൻ പറഞ്ഞു തരുന്നത്. ആ സല്ലല്ലാഹു അലൈഹി വസല്ലം 40 കൊല്ലം വിശ്വസ്തനായിരുന്നു, അല്ലമീനായിരുന്നു. ഏറ്റവും വിശ്വസ്തൻ എന്നുള്ള അപരാഭിധാനത്താൽ അറിയപ്പെടുന്നവരായിരുന്നു മക്കയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെന്തായി എന്ന് നമുക്കറിയാം. അല്ലാഹു തആലാൻ്റെ ദീനെ പറഞ്ഞപ്പോൾ എന്തായി? സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മോശപ്പെട്ടവനായി ചിത്രീകരിച്ചു. സാഹിറാണ്, മജ്നൂനാണ്. ഖുർആൻ തന്നെ പറഞ്ഞല്ലേ. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി കാഫിര്യങ്ങൾ പറഞ്ഞത് ഖുർആൻ പറഞ്ഞതാ. ഇന്നക ലമജ്നൂൻ എന്നാണ്. എടാ മുഹമ്മദ് ഭ്രാന്തനാണെന്നാണ് പറഞ്ഞത്. ഏത് അൽ-അമീൻ എന്ന് വിളിച്ചിരുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭ്രാന്ത എന്ന് വിളിക്കുന്ന ആ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതാണ് സത്യം. ആ സത്യത്തിൽ നിലകൊള്ളുന്നവരെല്ലാം എതിർപ്പുകൾ നേരിട്ടിട്ടുണ്ട്. ഈ സത്യത്തിന് വേണ്ടിയാണ് സമസ്ത നിലവിൽ വന്നത്. അതിൻ്റെ മഹാന്മാരായിരിക്കുന്ന അതിൻ്റെ നേതാക്കളൊക്കെ അതിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത്. അതിൻ്റെ ഒപ്പം നിന്നവരാണ് സമുദായത്തിലുള്ള എല്ലാ ആളുകളും. സുന്നികളൊക്കെ സമസ്തയുടെ ഒപ്പം നിന്നവരാണ്. അവർക്കൊരുപാട് എതിർപ്പുകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എല്ലാ കാലങ്ങളിലും എതിർപ്പുണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ പുറത്തുനിന്ന് മുജാഹിദിൻ്റെ മാറ്റമൊക്കെ കാരണം അവരൊക്കെ ഖണ്ഡന പ്രസംഗങ്ങളിലൂടെയും വാദപ്രതിവാദങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും ഒക്കെ അവരടക്കിയൊടുക്കാനുള്ള ശ്രമങ്ങൾ സമസ്ത നടത്തിയിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ കാലം പരിശോധിച്ചാൽ മനസ്സിലാകും. എല്ലാ കാലം ചിലപ്പോൾ ഉള്ളിൽ നിന്ന് എതിർപ്പുണ്ടാവും. ഈ ഉള്ളിൽ നിന്നുള്ള എതിർപ്പാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുറത്തു നിന്നുള്ള എതിർപ്പിനേക്കാൾ വളരെ വിഷമം പിടിച്ചത്. അത് പറയാതിരിക്കാൻ നിർവാഹമല്ല. അങ്ങനെയാണല്ലോ ചില ഉള്ളിൽ നിന്നുള്ള ആളുകൾ തന്നെ അഖിലുണ്ടാക്കേണ്ട പുറത്തു പോയത്. നമുക്കറിയാമല്ലോ അഖില അതൊക്കെ വലിയ പണ്ഡിതന്മാരുണ്ടാക്കിയതാ. സമസ്തക്ക് എതിരായിക്കൊണ്ട് സമാന്തരമായിക്കൊണ്ടുണ്ടാക്കിയത് അഖിലയുള്ള ജമിയത്തുൽ ഉലമ. ഇത് ഉള്ളിൽ നിന്നുണ്ടായതാ. പക്ഷേ അതിനൊന്നും നിലനിൽപ്പുണ്ടായില്ല. വേറെ കാര്യം, വേറെയും സംഘടനകൾ അങ്ങനെ ഉണ്ടാക്കി പോയിട്ടില്ലേ ഉള്ളിൽ നിന്ന്. പക്ഷെ അതിനൊക്കെ പ്രതിരോധിക്കുന്നത് വളരെ പ്രയാസമായിരുന്നു. അന്ന് നമ്മളൊക്കെ ഉസ്താദുമാർ എന്തുമാത്രം വിഷമാണ് സഹിച്ചതെന്ന് അവിടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട CH ഹൈദരൂർ നമുക്കൊക്കെ അറിയാം. അല്ലാഹു തആലയുടെ ദീനിനു വേണ്ടി ജീവിച്ച ഒരു മഹാമനുഷ്യനാണ് മഹാനവറുകൾ. സുന്നത്ത് ജമാഅത്തല്ലാത്ത ചിന്തിക്കാൻ കഴിയാത്തവരാണ്, സമസ്തയല്ലാത്ത ചിന്തിക്കാൻ കഴിയാത്തവരാണ്. പക്ഷേ ഈ അഖില കേരള ജംഇയ്യത്തുൽ ഉലമ ബഹുമാനപ്പെട്ട ശൈഖ് ഹദറത്തിൻ്റെ നേതൃത്വത്തിലാണ് വന്നത്. ആ അവസരത്തിൽ ബഹുമാനപ്പെട്ട CH ഹൈദരൂർ ഇങ്ങനെ ആകെ വിഷമിക്കുക. പഠിച്ചോനെ ഉസ്താദുമാരാണല്ലോ ഈ സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മൾ അതിൻ്റെ അഖിലിൻ്റെ ഒപ്പം നിൽക്കണ്ടു. അതൊക്കെ കഴിഞ്ഞ കാലത്തുള്ള സമസ്തൻ്റെ ഒപ്പം നിൽക്കണ്ട. ആകെ ഇടങ്ങാറായുമ്പോൾ ആകെ വിഷമം, ആകെ പൊറുതിയടങ്ങി എന്താ കാട്ടെ, എന്തെങ്കിലും പരിഹാരം. കാരണം ഉസ്താദുമാരുണ്ടാക്കിയത് ആ സംഘടന. അതേ അവസരം മഹാന്മാരായിരിക്കുന്ന അല്ലാഹു തആലയുടെ ഔലിയാക്കൾ ഉണ്ടാക്കിയതാണ്. ഇതുവരെയും നിന്ന് പോകുന്ന ഈ സംഘടനയിലാണ് ഞാൻ നിൽക്കേണ്ടത്. ഉസ്താദുമാർ വിളിക്കണേക്കാ പോകേണ്ടത്. അതോ ഫൈല നിൽക്കണം. ഭയങ്കര വിഷമം. ഇത് വേറെ ഉസ്താദുമാർക്കുണ്ട്. എൻ്റെ ബഹുമാനപ്പെട്ട ഉസ്താദ് KT മാനം സുലിയാർ അടക്കമുള്ളതായിരിക്കുന്ന ആളുകൾക്ക് ഈ വിഷമങ്ങൾ നേരിട്ടുണ്ട്. ഹൈദർ സുലിയത്ത് പറയാം. ഹൈദർ സുലിയർ അവസാനം എന്ത് ചെയ്തു വെച്ചാൽ എല്ലാത്തിൻ്റെയും മത്താണിയായ മഹാനായ താപ്പനങ്ങാടി പാമ്പുലിയാരെ തെരഞ്ഞു പോവുകയാണ് ചെയ്തത്.
അന്ന് കോട്ടക്കല്ലൊരു പള്ളിയിൽ പുറത്തേക്കൊന്നും ഇറങ്ങാതെ ആരാധനയിൽ നിലകൊള്ളുന്നൊരു അവസരമായിരുന്നു ചാപ്പരങ്ങാടി ബാബത്ത്. പല ഹാലുകളും പല അവസ്ഥകളും ഉണ്ടായിട്ടില്ലല്ലോ. അന്ന് അവിടെ ഒരു പള്ളിയിൽ പുറത്തേക്കൊന്നും ഇറങ്ങാതെ ആരോടും ബന്ധപ്പെടാതെ നിൽക്കുന്ന അവസരം. ഇനി എങ്ങനെ പോയി കാണുക? ഏതായാലും മൂപ്പരെ പോയി. അങ്ങനെ പള്ളിൻ്റെ അവിടേക്ക് ഇങ്ങനെ എത്തുന്നതോട് കൂടെ ബഹുമാനപ്പെട്ട ചാപ്പരങ്ങാടി ബാപ്പുത്തുര പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നു. ഇത് വേറെ ചോദ്യം മറുപടിയൊന്നുമല്ല. ഇതുവരെ ഉണ്ടായിരുന്ന സമയത്തല്ലേ അയത്തന്നെ നിന്നോന്ന് പറഞ്ഞു. അയത്തന്നെ നിന്ന് പ്രവർത്തിച്ചോന്ന് പറഞ്ഞു. തിരിച്ചു പോലും ചെയ്തു. ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായില്ല. അതാണ് മഹാനായ ചാപ്പരങ്ങാടി ബാംസുലിയാർ. അള്ളാഹു തആലാൻ്റെ ഔലിയാക്കൾപ്പെട്ട മഹാനായ വലിയാണ്. മനസ്സ് വായിച്ചെടുക്കാൻ കഴിയുന്ന മഹാനായിരുന്നു ബാപ്പു മുസ്ലിയാർ. മൂപ്പര് പറഞ്ഞു, ഹൈദർസോലിയർ ചോദിക്കണീന് മുന്നേ പറഞ്ഞു, ഇതുവരെ ഈ മഴ എന്ന് വെച്ചാൽ അവിടെ തന്നെ നിന്നാൽ മതി, ഇതുവരെ ഉണ്ടായിരുന്ന സമയത്തേന് അതിൻ്റെ ഒപ്പം തന്നെ നിന്നാൽ മതി, മറ്റൊക്കെ അതാ. അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ നമ്മുടെ മഹാന്മാരായിരിക്കുന്ന കഴിഞ്ഞ കാല നേതാക്കൾക്ക് വന്നിട്ടുണ്ട്. പക്ഷേ സത്യം നിലനിൽക്കുകയും അസത്യങ്ങളൊക്കെ ബാത്തിലായി പോവുകയും ചെയ്തതാണ് ചരിത്രമുള്ളത്. ഇന്നും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതാനും കാര്യങ്ങളൊക്കെ സലാഹുദ്ദീൻ ഫൈസി അവർ നിങ്ങളെ ധരിപ്പിക്കും. ഇന്ന് ഇവിടെ ഇപ്പോൾ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്ഭവം അത് വാഫി വഫിയ പ്രശ്നമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലീഗിനെയും മറ്റുമൊക്കെ രണ്ടാക്കി, സമസ്തനെ രണ്ടാക്കി, അതിനൊക്കെയുള്ള ശ്രമങ്ങൾ ഉള്ളിൽ കൂടി ചെയ്ത ഇവർ തന്നെയാണ്. ഈ വാഫി വഫിയൻ്റെ CIC തന്നെയാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സമസ്തയിൽ ഈ പ്രശ്നം വന്നിട്ട് 4 വർഷമായി. അത് സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ട് അവരെ വിളിച്ചുകൂട്ടിയോട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സമസ്ത സ്വന്തമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റു പല നേതാക്കളെ കൂട്ടി ചർച്ച ചെയ്തിട്ടുണ്ട്. 4 വർഷത്തോളമായി അത് തുടങ്ങിയിട്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ പരിശുദ്ധ റമളാനിൽ സാധാരണ സമസ്ത മുശാവറ ചേരാറില്ല, ഒരു കാലത്തും ചേരാറില്ല. പക്ഷേ ഈ വിഷയം ചർച്ചയിൽ അടിയന്തരമായി മനസ്സിലാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ പരിശുദ്ധ റമളാനിൽ പോലും മുശാവറ വിളിച്ചു ചർച്ച ചെയ്യാൻ. അതിലധികം ആളുകളും ഒക്കെ പ്രായമുള്ളവരും പലപ്പോഴും തന്നെ രോഗികളും. എന്നിട്ട് അവർ വിഷമിച്ചുകൊണ്ട് ഈ മുഷാവറക്ക് വരികയാണ്. എന്തിന്? ഈ CIC പ്രശ്നം ചർച്ച ചെയ്യാനേ അത്രമാത്രം വിഷമിച്ചിട്ടുണ്ട് സമസ്തയുടെ നേതാക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ ചില ആളുകളുടെ വാശി കൊണ്ട് അത് ഒന്നും നടക്കാതെ പോയി. സമസ്ത പരമാവധി വിട്ടീച്ച. സമസ്ത അടിയെ പിന്നെ മണ്ണോളം നിന്ന് കൊടുത്തു. പക്ഷേ അത് മനസ്സിലാക്കാൻ കഴിയാതെ സമസ്ത പറഞ്ഞെന്തോ ഒപ്പം നിൽക്കാനോ സമസ്ത ഈ പ്രസ്ഥാനവുമായി അകന്നു നിന്നത് പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ നേതാവിനെ അകറ്റി നിർത്തിയപ്പോൾ അതിൻ്റെ ഒപ്പം നിൽക്കാൻ ഞാനും സമസ്തയാണ് എന്ന് പറയുന്ന പല ആളുകൾക്കും കഴിഞ്ഞില്ല. അതവിടെയുള്ള പ്രശ്നം. അതാണ് ഇവിടെയുള്ള പ്രശ്നം. എത്രമാത്രം എന്നിട്ടും സമസ്ത അത് പിന്നെ മസലത്തിന് വേണ്ടി പരമാവധി പരിശ്രമിച്ചു. എത്രത്തോളം? സമസ്തയുടെ നേതാക്കളും അതുപോലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും ഒന്നിച്ചിരുന്നു. ആരൊക്കെ? മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ തന്നെ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, ഇങ്ങനെ ഇവർ, അതുപോലെ തന്നെ സമസ്തയുടെ നേതാക്കളായ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട MT ഉസ്താദ്, ബഹുമാനപ്പെട്ട പിന്നെ ആലിക്കുട്ടി മുസ്ലിയാർ തുടങ്ങിയുള്ള സമസ്തയുടെ നേതാക്കളും ഈ 2 വിഭാഗത്തിലെയും നേതാക്കൾ ഒന്നിച്ചിരുന്നു കൊണ്ട് 4 സിറ്റിംഗ് നടത്തി. ആരും അറിയരുതെന്ന് വിചാരിച്ചിട്ട് ഈ കൊണ്ടോട്ടിയിലുള്ള ഒരു ഹോട്ടലിലാണ് അവർ ആ സിറ്റിംഗ് നടത്തിയത്. എന്നാൽ അവർക്ക് കോഴിക്കോട്ടാണ് നടത്തി. ആരും അറിയരുത്, കാരണം അറിഞ്ഞാൽ ഇത് പസാലാക്കാൻ വരൂലേ. അങ്ങനെ 4 സിറ്റിംഗ് നടത്തിയതിന് ശേഷം അവർ തീരുമാനമെടുത്തു. ഒരു തീരുമാനം നടത്താൻ 9 വിഷയങ്ങൾ. ആ 9 തീരുമാനമെടുത്തു. എല്ലാവരും അംഗീകരിച്ചു. ആ തീരുമാനം അവസാനം പ്രഖ്യാപിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിലല്ലെങ്കിലും വേറെ ഇതിന് ഒരു ഉപസമിതി ബഹുമാനപ്പെട്ട സമസ്ത ഉണ്ടാക്കിയിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. ഇവരപ്പല്ല, വേറെ സമിതി ഉണ്ടാക്കിയിരുന്നു. ഒരുപാട് തവണ
അതിനു വേണ്ടി യോഗങ്ങൾ കൂടുകയും ചർച്ചകൾ ചെയ്യും. ആ കൂട്ടത്തിലൊരു വ്യക്തിയാണ് ഈ ഉള്ളവനും. അങ്ങനെ അപ്പോൾ ഈ അവസാനത്തെ സിറ്റിങ്ങിൽ ഞങ്ങളെയൊക്കെ വിളിച്ചു അവർ. അങ്ങനെ വിളിച്ചിട്ട് ഈ 9 കാര്യങ്ങളും പറഞ്ഞു. ഈ 9 കാര്യങ്ങളും അത് സമസ്ത അംഗീകരിക്കണം, സമസ്ത അംഗീകരിക്കണം. എന്നിട്ട് CIC-ക്ക് അത് അയച്ചു കൊടുക്കണം. എന്നിട്ട് CIC-യും അത് അംഗീകരിക്കണം. CIC അത് അംഗീകരിച്ചു എന്നുവെച്ചാൽ സമസ്ത പിന്നെ ഒന്നും ചെയ്യരുത്, ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇതാരാ പറയുന്നതെന്നോ? അവസാനം കുഞ്ഞാലിക്കുട്ടി സാഹിബാ പറയുന്നത്. ഈ ചർച്ചകളൊക്കെ നടത്തി തീരുമാനമാക്കിയതിൻ്റെ ശേഷം അവസാനം പിരിയുന്ന നേരത്താണ് പറയുന്നത്, ഇത് പിന്നെ സമസ്ത അംഗീകരിക്കണം. എന്നിട്ട് അംഗീകരിച്ചതിന് ശേഷം CIC-ക്ക് അയച്ചു കൊടുക്കണം. CIC അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സമസ്തക്ക് ഒരു പ്രശ്നം ഉണ്ടാകരുത്, അത് പറഞ്ഞു. ഇനി CIC അംഗീകരിച്ചില്ലെങ്കിലോ? അയാൾ തന്നെ പറഞ്ഞു, CIC ഈ 9 തീരുമാനങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ അതിൻ്റെ തലപ്പത്ത് നിന്ന് പ്രസിഡന്റ് സ്ഥാനം ഒഴിവാക്കണം. ഇതാരാ പറഞ്ഞ? കുഞ്ഞാലിക്കുട്ടി സാഹിബാ പറഞ്ഞത്. ഈ കാതെറ്റ് കേട്ടതാണ്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? അവർ സ്വീകരിച്ചു. അതിൽ ഒരൊറ്റ തീരുമാനം പോലും അംഗീകരിച്ചില്ല. അതൊക്കെ ഇങ്ങനെ പിന്നെ വളച്ചൊടിച്ചുകൊണ്ട് പറയാമെന്നല്ലാതെ ഒറ്റ തീരുമാനം, സമസ്ത പറഞ്ഞ ഒറ്റ തീരുമാനം ആരും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ആരും അംഗീകരിച്ചില്ല. എന്നിട്ട് ആരെങ്കിലും പുറത്തു പോയോ? വേറെ എന്തെങ്കിലും സംഭവിച്ചോ? ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ഇതാണ് സമസ്തയും CIC-യും തമ്മിലുള്ള ബന്ധം. എന്നിട്ട് ഈ CIC-ൻ്റെ ആളുകൾ എല്ലാ നേതാക്കളെയും സമസ്തക്കെതിരെ നിൽക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങളാണ് പിന്നീട് നടത്തിയത്. അതാണ് അതിൽ പത്രക്കാരും അതുപോലെ ചാനലുകാരും ഒക്കെ അതിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. ആരെന്ത്
നമുക്ക് അറിയില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ പത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ കേൾക്കുമ്പോൾ ഒരു സംഗതിയുണ്ട്. അതായത് സമസ്തയിൽ ലീഗ് അനുകൂലികൾ, ലീഗ് എതിരായ ആളുകൾ, ലീഗിൻ്റെ പ്രതികൂലികൾ, ഇങ്ങനെ രണ്ടായാണ്ട് സമസ്തനെ ഭാഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചാനലുകാരും അതുപോലെ തന്നെ പത്രക്കാരും കൊടുക്കുന്നത്. ഇതെവിടുന്ന് വന്നു? അതിൻ്റെ അടിസ്ഥാനം ഞാൻ പറഞ്ഞത്. ഇവിടെ CIC-യുമായിട്ടാണ് പ്രശ്നം. CIC ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിനെ പിടിച്ചു, മീഡിയ വണ്ണിനെ പിടിച്ചു, അവരെ കൊണ്ട് ഇതുണ്ടാക്കിച്ചു. അതാണ് ചെയ്തത്. ഇത് സമസ്തയിൽ 2 ഗ്രൂപ്പാണ്. ഒന്ന് ലീഗ് അനുകൂലികൾ, ലീഗ് പ്രതി. അപ്പോൾ ഈ മീഡിയ മണ്ണ് അതങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ മറ്റു ചാനലുകളും മറ്റ് വാർത്താമാധ്യമങ്ങളും അതങ്ങനെ പിന്തുടർന്നു, അതങ്ങനെ ആവർത്തിച്ചു. അല്ലാതെ സമസ്തയിൽ ലീഗ് അനുകൂലികൾ എന്നും ലീഗ് പ്രതികൂലികൾ എന്നും പറഞ്ഞിട്ട് ഒരു വിഭാഗമല്ല. സമസ്തയും ലീഗും തമ്മിൽ ഒരു പ്രശ്നമില്ല. അത് വെറുതെ ഈ പത്രക്കാരും ചാനലുകാരുണ്ടാക്കുന്നത് എന്നല്ലാതെ അത് ഇവർ മുഖേന ഇവർക്ക് എന്നാലേ നിലനിൽപ്പുള്ളൂ. ഒരു വാഫി ഒഫിയക്കാർക്ക് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ സമസ്തയെ രണ്ടാക്കണം, സമസ്തയെ പാണക്കാട് എതിരാക്കണം. ഓലൊക്കെ പാണക്കാട് അനുകൂലികളും സമസ്തൻ്റെ ആളുകൾ പാണക്കാട് വിരോധികളും ആക്കണം. ഇതിനു വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമത്തിൻ്റെ ഭാഗമാണ് നമ്മൾ പത്രങ്ങളിലും ചാനലുകളിലും കാണുന്നത്. അല്ലാതെ സമസ്ത ഒരിക്കലും തന്നെ പാണക്കാട് വിരോധമുള്ളവരല്ല, ഒരിക്കലും അങ്ങനെയല്ല. അതുപോലെ തന്നെ സമസ്തയും ലീഗും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അതെല്ലാവർക്കും അറിയുന്നതാണ്. ഇവരുണ്ടാക്കുന്നത് മാത്രമാണത്. അത് വെറും സൃഷ്ടി മാത്രമാണ്. ഇത് ഉണർത്താൻ കൂടിയാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഈ 100-ാം വാർഷികം നന്നായി ആഘോഷിക്കണം, എല്ലാവർക്കും പങ്കെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാർ നമുക്ക് കാണിച്ചു തന്ന ആ ശരി വഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിന്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്, സമസ്തക്ക് ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള മഹത്തായ ഖുർആൻ വാക്യം ഓതിക്കൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.